ഹായ്, നമ്മുടെ ചാനലിൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നും നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ചിക്കൻ റെസിപ്പിയാണ് കേട്ടോ. ഈ ഇടയായിട്ട് ഈ ചാനലിൽ ചിക്കൻ റെസിപ്പി മാത്രമേ ഷെയർ ചെയ്യണുള്ളൂ എന്ന് എനിക്കറിയാം. ഇപ്പോൾ നിങ്ങളൊരു ബോഡി ബിൽഡിംഗ് അത് ഫോക്കസ് ചെയ്യുന്ന ഒരാൾക്ക് അവരുടെ ഡയറ്റിൽ മെയിൻ പ്രോട്ടീൻ സോഴ്സ് ആയിട്ട് പറയുന്നത് ചിക്കൻ ബ്രസ്റ്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ ചിക്കൻ ബ്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒട്ടും ടേസ്റ്റ് ഇല്ലാത്തൊരു മീറ്റ് പോർഷനാണ്. ഇപ്പോൾ ചിക്കൻ തൈ ഫില്ലറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൽ ഇച്ചിരി ഫാറ്റ് കണ്ടന്റ് ഉള്ള ആറുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. പക്ഷേ ചിക്കൻ ബ്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു ടേസ്റ്റ്ലെസ് ആണ്. നമ്മൾ കുറേ നാൾ കഴിച്ച് കഴിയുമ്പോൾ മടുക്കും. അങ്ങനെ മടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയ ഒരു വേറെ ഫ്ലേവറുള്ള ഒരു ചിക്കൻ റെസിപ്പി. ഇത് വലിയ റെസിപ്പി ഒന്നുമല്ലോ, ഒരു സാധാ റെസിപ്പിയാണ്. ഞാൻ എൻ്റെ ഡയറ്റിൽ ഇപ്പോൾ ചിക്കൻ മടുത്തു തുടങ്ങിയപ്പോൾ പല ഫ്ലേവറുകൾ ട്രൈ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ട്രൈ ചെയ്തൊരു റെസിപ്പിയാണ്. എനിക്കിഷ്ടപ്പെട്ടു. ഇതിൽ ഒരു സെർവിങ്ങിന് 235 കാലറീസ് ആണുള്ളത്. ഇതിൻ്റെ ന്യൂട്രീഷൻ ഫാക്ട്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ 4 സെർവിങ്ങിന് വേണ്ട റെസിപ്പിയാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഇപ്പം ഞാൻ വലിയൊരു പാത്രത്തിലോട്ട് 600 ഗ്രാം ചിക്കൻ ബ്രസ്റ്റ് ചെറിയ പീസായിട്ട് അരിഞ്ഞേക്കുന്നതാണ് എടുത്തിരിക്കുന്നത്. ഇതിലോട്ട് ചേർത്തിരിക്കുന്നത് 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണോളം മുളക് പൊടി, 1 ടീസ്പൂണോളം മല്ലിപ്പൊടി. ഈ പൊടികളുടെയൊക്കെ ഫ്ലേവർ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇനി ഇതിലോട്ട് ഒരു 1/2 നാരങ്ങയുടെ ജ്യൂസും ചേർത്ത് കൊടുക്കുക. അതിലോട്ട് കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഈ ചിക്കനിൽ ഇച്ചിരി കളറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കശ്മീരി ചില്ലിയും കുറച്ച് ചേർക്കാൻ മറക്കണ്ട കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മിനിമം ഒരു 1/2 hour അല്ലെങ്കിൽ ഒരു ഓവർനൈറ്റ് നമ്മൾ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ചിക്കൻ പീസിലോട്ട് നന്നായിട്ട് ടേസ്റ്റൊക്കെ പിടിക്കും കേട്ടോ. ഇനി നല്ല ചൂട് കട്ടിയുള്ള ഒരു പാത്രം അടുപ്പത്ത് വെച്ചതിന് ശേഷം ഇതിലോട്ട് ഞാൻ 10 ഗ്രാം ഓയിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഇൻഗ്രീഡിയൻസിൻ്റെയൊക്കെ മെഷർമെൻറ്റ് താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആകെ പറഞ്ഞിരിക്കുന്നത് 20 ഗ്രാം ഓയിലാണ്. അതിൽ 10 ഗ്രാം ചേർത്തിട്ട് അതിലോട്ട് കുറേ വെളുത്തുള്ളി, ഒരു 2 ടീസ്പൂണോളം പെരുംജീരകവും 3-4 വറ്റൽമുളകും കൂടെ ക്രഷ് ചെയ്താണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. വേറെ ഒന്നും ഇതിൽ ചേർത്തിട്ടില്ല കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ ഒരു ലോ ഫ്ലെയിമിൽ ആ വെളുത്തുള്ളിയുടെ ആ റോ സ്മെല്ല് പോകുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു 2-3 മിനിറ്റ് എടുക്കും കേട്ടോ. നമ്മൾ വളരെ ലോ ഫ്ലെയിമിലാണ് എടുത്തിരിക്കുന്നത്, ആ കാര്യം മറക്കണ്ട. ഇനി ആ വെളുത്തുള്ളിയുടെ റോ സ്മെല്ലൊക്കെ പോയി കഴിയുമ്പോഴത്തേക്കും നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കുക. ചിക്കൻ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതിലോട്ട് നിങ്ങൾ വെള്ളം ചേർക്കുക ഒന്നും വേണ്ട കേട്ടോ. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ മൂടി വെച്ച് കുക്ക് ചെയ്താൽ മതി. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങും. ഇനി മൂടി വെച്ചതിന് ശേഷം എല്ലാ 5 മിനിറ്റിലും തുറന്ന് നോക്കി ഇതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട. ചിലപ്പോൾ ആദ്യത്തെ തവണ തുറക്കുമ്പോൾ അതിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ടുണ്ടാവില്ല. എന്നാലും നിങ്ങൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വീണ്ടും മൂടി വെച്ച് വേവിക്കുക. രണ്ടാമത് തുറക്കുമ്പോഴത്തേക്കും ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ടുണ്ടാവും. ഈ ഒരു വെള്ളത്തിൽ കിടന്ന് തന്നെ കുക്ക് ചെയ്യുന്നതായിരിക്കും കേട്ടോ ടേസ്റ്റ്. നമ്മൾ ഓയിലൊക്കെ വളരെ കുറച്ചല്ലേ ചേർത്തിട്ടുള്ളൂ, അതുകൊണ്ട് ഇതായിരിക്കും ഇച്ചിരി കൂടെ ടേസ്റ്റ്. ഇനി ഇതുപോലെ എല്ലാ 5 മിനിറ്റിലും തുറന്നും അടച്ചും വെച്ചത് ചിക്കൻ കുക്കായി കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ആ മൂടിക മാറ്റിയിട്ട് ഇതിലോട്ട് ബാക്കിത്തെ 10 ഗ്രാം ഓയിലും ചേർക്കുക. 200 ഗ്രാം സവോളയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി മൂടി വെച്ചൊന്നും വേവിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി നമുക്ക് നല്ല ഹൈ ഫ്ലെയിമിൽ ഈ ചിക്കൻ ഒന്ന് ഇച്ചിരി ഡ്രൈ ആക്കി എടുക്കാം. പിന്നെ നിങ്ങൾക്ക് എരിവ് പോരാന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ 2-3 വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി സവാളയ്ക്ക് പകരമായിട്ട് നിങ്ങളുടെ അവിടെ കൊച്ചുള്ളിയൊക്കെ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ അത് ചേർക്കുക. അതായത് ചെറിയ ചുമന്നുള്ളിയില്ലേ, ഇവിടെ അത് അത്ര കോമൺ അല്ലാത്ത കാരണം കൊണ്ടാണ് ഞാൻ സവാള ചേർത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ ഞാൻ നേരത്തെ പറഞ്ഞോ ഹൈ ഫ്ലെയിമിൽ ആ സവാള ഒന്ന് വാടി കിട്ടിയാൽ മതി. ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആവുകയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വാടിക്കിട്ടുക. ആ ഒരു എന്താ പറയുക ഇച്ചിരി ക്രഞ്ചി പരുവത്തിൽ കിട്ടാൻ പാകത്തിന് തന്നെ ചിക്കൻ ഒന്ന് ഡ്രൈ ആയി കിട്ടുകയും ചെയ്യുക. അതുവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്കത് റെഡി ആയെന്ന് തോന്നുമ്പോൾ നിങ്ങളുടെ ഫ്ലേവറൊക്കെ ഓക്കെ ആണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയൊക്കെ ചേർത്തതിന് ശേഷം കറിവേപ്പിലയും കൂടെ ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇത് വളരെ ഈസിയാണ് കേട്ടോ. ഇഞ്ചി ചതയ്ക്കാനും ഇതിനൊന്നും നിൽക്കണ്ട, 8 പെടിന്ന് പണി കഴിയും. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളുടെ കമൻസും ഫീഡ്ബാക്കൊക്കെ ഷെയർ ചെയ്യുക. ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റൊക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താങ്ക്